നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി അഭിജിത്ത് ജയനാരായണൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. അഭിജിത്ത് ജയനാരായണൻ. കാർത്തിക നക്ഷത്രം. അദ്ദേഹത്തിൻ്റെ വയസ്സ് വന്നിട്ട് 30 വയസ്സ്. പെരിന്തൽമണ്ണയിലാണ് അച്ഛൻ അമ്മയെല്ലാം സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ MNCയിൽ വർക്ക് ചെയ്യുന്നു. BTech ആൻഡ് MTech ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ. ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഹൈറ്റ് വന്നിട്ട് 5'10", 77 kg വെയിറ്റ്. നല്ല ഒരു തറവാട്ടുകാരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എൻ്റെ ഓഫീസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പെരിന്തൽമണ്ണ ഓഫീസിൽ കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിനെ. ഒറ്റപ്പാലത്തും വരാറുണ്ട്. നല്ല ഒരു ഡിസിപ്ലിൻ ഫാമിലി ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. അവർക്കൊരു പ്രീഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം ഇത്രയും ഡിസ്ട്രിക്റ്റിലെ കുട്ടികൾ മാത്രമേ ഇവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ. 22 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് അവർ നോക്കുന്നത്. മൂന്നാമത്തെ കാര്യം, നോൺ മാച്ചിങ് സ്റ്റാർസ് അല്ലെങ്കിൽ ചേരാത്ത നാളുകൾ അശ്വതി, ഉത്രട്ടാതി, വിശാഖം, അനീഴം, തൃക്കേട്ട. ഒരിക്കൽ കൂടെ പറയാം. അശ്വതി, ഉത്രട്ടാതി, വിശാഖം, അനീഴം, തൃക്കേട്ട ഇത്രയും നാളുകൾ ആ കുട്ടിക്ക് മാച്ച് ആവില്ല എന്നാണ് അവർക്ക് ജ്യോതിഷ ഇതെന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ അഭിജിത്ത് ജയനാരായണനെ കുറിച്ച് ഞാൻ പറയാം. അഭിജിത്ത് ജയനാരായണൻ കാർത്തിക നക്ഷത്രം, 30 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ബാംഗ്ലൂർ ഒരു റെപ്യൂട്ടഡ് MNCയിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ BTech ആൻഡ് MTech ആണ് അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ. അച്ഛൻ, അമ്മ ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത് പെരിന്തൽമണ്ണയിലാണ്. ഒരു ബ്രദറുണ്ട്, എൽഡർ ബ്രദറാണ്. മൂത്ത സഹോദരൻ വിവാഹമൊക്കെ കഴിഞ്ഞ് അവർ സെറ്റിൽഡാണ്. ഇവർ അച്ഛൻ, അമ്മ താമസിക്കുന്നത്, സെറ്റിൽ ചെയ്തിരിക്കുന്നത് പെരിന്തൽമണ്ണയിലാണ്. അഭിജിത്ത് ജയനാരായണൻ്റെ ജോബ് ലൊക്കേഷൻ വന്നിട്ട് ബാംഗ്ലൂരാണ്. ഹൈറ്റ് വന്നിട്ട് 5'10", അതായത് 178 സെൻറ്റിമീറ്റർ ആണ്. 77 കിലോ വെയിറ്റ്. അപ്പോൾ ചേരാത്ത നാളുകൾ അശ്വതി, ഉത്രട്ടാതി, വിശാഖം, അനീഴം, തൃക്കേട്ട ഈ 5 നാളുകൾ നോൺ മാച്ചിങ് സ്റ്റാർസ് ആയിട്ടാണ് പറയുന്നത്. നല്ല ഒരു റെപ്യൂട്ടഡ് നായർ തറവാട്ടിലെ മെമ്പറാണ് അഭിജിത്ത് ജയനാരായണൻ. പെരിന്തൽമണ്ണയിലാണ് താമസിക്കുന്നത്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, കോഴിക്കോട് ഇത്രയും സ്ഥലത്തു നിന്നുള്ള കുട്ടികളെ മാത്രമേ അവർ നോക്കുന്നുള്ളൂ. 22 തൊട്ടിട്ട് 27 വയസ്സ് വരെയാണ് നോക്കുന്നത്. 22 തൊട്ട് 27 വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ അച്ഛന്മാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു മാട്രിമോണിയൽ ഇതിൽ രജിസ്റ്റർ ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രോക്കറിൻ്റെ അടുത്ത് നമ്മൾ ഡീറ്റെയിൽ കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും വിവാഹം നടക്കാനുള്ള ഒരു ചാൻസും ഇല്ല. കാരണം നമ്മളുടെ ഒരു ആത്മാർത്ഥമായ ഒരു ശ്രമം, അച്ഛൻ, അമ്മ, കുട്ടികൾ
ഇവരുടെ ആത്മാർത്ഥമായ ശ്രമം ഇല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ചിലപ്പോൾ അച്ഛനും അമ്മയും തീരുമാനിക്കും, മക്കൾ അറിയുന്നതന്നെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ നോക്കുന്ന വിവരങ്ങൾ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹം വേണമെന്ന് തീരുമാനമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, നോക്കണം എന്ന് തീരുമാനമായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മക്കളുമായിട്ട് സംസാരിക്കണം. വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ചിരുന്ന് ഒരു ദിവസമെങ്കിലും അത് ഡിസ്കസ് ചെയ്യണം. എന്തൊക്കെയാണ് നോക്കേണ്ടത്, വേണ്ട കാര്യങ്ങൾ. അതായത് ഹൈറ്റ് ഇത്ര വേണം, വെയിറ്റ് ഇത്ര വേണം, ജോലി ഇന്നതായിരിക്കണം, പഠിപ്പ് ഇന്നതായിരിക്കണം, കുടുംബം ഇന്നതായിരിക്കണം, ലൊക്കേഷൻ ഇന്നതായിരിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം ഡിസ്കസ് ചെയ്ത് അച്ഛനമ്മമാർ നല്ല ക്ലാരിറ്റി വരുത്തണം. ഒരു പെൺകുട്ടിയെ നോക്കാൻ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ആൺകുട്ടിയെ നോക്കാൻ തുടങ്ങുമ്പോഴോ മക്കൾക്ക് വേണ്ടി. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവവിശ്വാസികൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബക്ഷേത്രം, അല്ലെങ്കിൽ നമ്മളുടെ ഒറ്റപ്പാലം പാലക്കാട് ഭാഗത്തൊക്കെ പറയുന്നതാണ് ധർമ്മദൈവങ്ങൾ എന്നൊക്കെ പറയും. ഈവൻ തൃശ്ശൂരും കുറച്ച് ഭാഗത്തൊക്കെ പറയുന്നുണ്ട് ധർമ്മദൈവങ്ങളെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ധർമ്മദൈവങ്ങളെ പ്രാർത്ഥിച്ചതിന് ശേഷം കാര്യങ്ങളിലേക്ക് കിടക്കുക. പിന്നെ നിങ്ങൾ നോക്കാൻ തുടങ്ങാം കാര്യങ്ങളൊക്കെ. ഈ നോക്കൽ തുടങ്ങിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട, നമുക്ക് എല്ലാ നല്ലൊരു ശതമാനം പേരൻസിനും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും പറയുന്നത് കേൾക്കാം, നല്ല പ്രപ്പോസൽ വന്നു, എന്തുകൊണ്ടും മാച്ചാവുമായിരുന്നു, പക്ഷേ ജാതകം നോക്കിയപ്പോൾ മാച്ചായില്ല. ജാതകം നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒരു പണിക്കർ അല്ലെങ്കിൽ ഒരു ജ്യോതിഷൻ പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ നോ എന്ന് പറയരുത്. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഫാമിലി, രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ജോലി, രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ബാക്കി എല്ലാ കാര്യങ്ങളും, എഡ്യൂക്കേഷൻ, എവറിത്തിങ്, ഇതൊക്കെയാണെങ്കിൽ 3, 4, 5 പണിക്കരടുത്തെങ്കിലും പോകണം, ജ്യോതിഷൻ്റെ അടുത്ത് പോകണം, നോക്കണം. ഏതെങ്കിലും ഒരു ജ്യോതിഷൻ നിങ്ങളോട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് എഴുതി വാങ്ങിക്കുക, ഇന്ന കാരണം കൊണ്ടാണ് അദ്ദേഹം അത് യോജിപ്പിക്കാൻ പറ്റും എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് എഴുതി വാങ്ങിക്കുക. ഒരു കാരണവശാലും ഇതിൽ ഒരു റിസർച്ച് നടത്താൻ പോകരുത്. ഇപ്പം ചിലർ കാണാം, ഇത് എഴുതി വാങ്ങിച്ചിട്ട് വേറൊരു പണിക്കരടുത്ത് വീണ്ടും പോയിട്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതെങ്കിലും ഒരു പണിക്കർ ഓക്കെ അടിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ ജ്യോതിഷത്തിൻ്റെ കടമ്പയും കൂടി കടന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ എളുപ്പമാണ്. തീർച്ചയായിട്ടും ജ്യോതിഷം ഓക്കെ, എവറിത്തിങ് ഓക്കെ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾ തമ്മിൽ ഒരു 15 ദിവസം തൊട്ട് മേൽപോട്ട് അവർ വാട്സാപ്പ് ചാറ്റും കാര്യങ്ങളിലൊക്കെ ചെയ്ത് അവരൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഈ ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ 4-5 കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് കുടുംബ പാരമ്പര്യം, നമ്മൾ പറയില്ലേ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറയും. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. 2 കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, അവരുടെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു, അവരെവിടെ വർക്ക് ചെയ്തിരുന്നത്, സഹോദരങ്ങൾ എന്താ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ കാര്യം എഡ്യൂക്കേഷൻ, കുട്ടിയുടെ എഡ്യൂക്കേഷൻ. ഇപ്പോൾ പലരും ഇങ്ങനെ നമ്മളുടെ പ്രൊഫൈലിലൊക്കെ എഴുതും, M.Tech ആണ്, B.Tech ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതും. അപ്പോൾ ഏത് കോളേജിലാണ് പഠിച്ചിരിക്കുന്നത്, എന്തായിരുന്നു സബ്ജക്റ്റ് എന്നുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ടാണ് സംസാരിക്കണം, നന്നായിട്ട് മനസ്സിലാക്കണം. ഒരു കോർപ്പറേറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും ഇതൊന്നും നമ്മൾ വല്ലാതെ വിശദമായിട്ട് നോക്കാൻ പോകേണ്ട ആവശ്യമില്ല. അതായത് ക്വാളിഫിക്കേഷൻ. കാരണം നല്ലൊരു ശതമാനം കോർപ്പറേറ്റ് കമ്പനികളിലും ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് കഴിഞ്ഞിട്ടാണ് അവർ അപ്പോയിൻമെന്റ് ലെറ്റർ കൊടുക്കുള്ളൂ. അപ്പോൾ എഡ്യൂക്കേഷനായി. അടുത്തത് മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. ചിലപ്പോൾ കുടുംബത്തിലും ഹെറിഡിറ്ററി ആയിട്ട് നമ്മൾ പലർക്കും ചില അസുഖങ്ങൾ ഉണ്ടാകാം. അത് ചോദിച്ച് മനസ്സിലാക്കണം.
അറിയാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ അതിനെ ഒരു നെഗറ്റീവായിട്ടൊന്നും കാണണ്ട. കാരണം ഇന്ന് എല്ലാ അസുഖങ്ങൾക്കും അതിനൊക്കെ മരുന്നുകളും കാര്യങ്ങളും ഒക്കെ കഴിച്ച് അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് സംസാരിച്ച് വയ്ക്കുക, അറിഞ്ഞു വയ്ക്കുക. അടുത്ത കാര്യം, അമിതമായിട്ടുള്ള ഫൈനാൻഷ്യൽ ബേർഡൻസ് അല്ലെങ്കിൽ ലോണുകൾ വല്ലതും ഉണ്ടോ? ചിലർ എഡ്യൂക്കേഷൻ പേർപ്പസിന് എടുക്കും, ചിലർ വേറെ വല്ല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ ലോണുകൾ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ലോണ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് EMI, എത്രയാണ് എന്നൊക്കെ ഉള്ളത് അറിഞ്ഞു വെക്കുക. അതിനൊരു തെറ്റായി കാണണ്ട, ബട്ട് നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞു വെക്കണം ഈ കാര്യങ്ങളൊക്കെ. അറിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ എന്തെങ്കിലും വിവാഹത്തിന് ശേഷം എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ ചോദിക്കുക. നല്ലൊരു ശതമാനം ആളുകളും ഇതെല്ലാം പറയും. നന്നായിട്ട് സംസാരിക്കുക. ഇപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ നന്നായി സംസാരിച്ചിട്ടില്ലെങ്കിൽ പിന്നേക്ക് നിങ്ങൾ കുറേ കൂടുതൽ സംസാരിക്കേണ്ടി വരും. അച്ഛനമ്മമാർ തീർച്ചയായിട്ടും വീടുകളിലൊക്കെ നേരത്തെ പോയി കണ്ട് നമ്മുടെ മക്കൾക്ക് കയറി ചെല്ലാൻ പറ്റുന്ന വീടുകളാണോ, അവരുടെ എങ്ങനെയുണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നന്നായിട്ട് അന്വേഷിക്കുക. ഇന്നത്തെ കാലത്ത് ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നന്നായിട്ട് അന്വേഷിക്കുക. കുട്ടികൾ പെണ്ണ് കാണൽ ചടങ്ങ് എന്ന് പറഞ്ഞ ആ ചടങ്ങ് നടത്തുന്നതിൻ്റെ മുന്നേയായി പുറത്ത് വെച്ച് തീർച്ചയായിട്ടും കാണണം. പുറത്ത് വെച്ച് കാണുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, 10-15 ദിവസമെങ്കിലും വാട്സാപ്പ് ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ ബിൽഡപ്പ് ആവും. ഈ ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുറത്ത് വെച്ച് കാണണം. പാലക്കാടും ഒറ്റപ്പാലത്തൊക്കെ ഉള്ള നായർ തറവാട്ടിലേക്ക് കുട്ടികളുടെയൊക്കെ അച്ഛനമ്മമാർ എന്നോട് പറയുന്നത് കേൾക്കാം, അയ്യോ അങ്ങനെയൊന്നും നടക്കില്ല കേട്ടോ, അവരൊന്നും പുറത്തൊന്നും പോയിട്ട് കാണുമൊന്നുമില്ല, അവർ വീട്ടിൽ തന്നെ വെച്ച് കാണുള്ളൂ, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് പിന്നേക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടിക്ക് വേറെ വല്ല ലവ് അഫെയർ ഉണ്ടോ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വിവാഹത്തിനോട് താല്പര്യമില്ലായിരിക്കും. അതൊക്കെ ഒന്ന് പറയാൻ ഓപ്പണായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പറയൂ. മറ്റേത് വീട്ടിൽ വെച്ച് കാണുന്ന സമയത്ത് ഇതൊന്നും ആ കുട്ടിക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല. പല വീടുകളിലും കുട്ടികൾക്ക് ഒരു സന്തോഷമായിട്ട് അവരുടെ കാര്യങ്ങൾ പറയാൻ ഉള്ള സാഹചര്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം. കുട്ടികൾ നന്നായിട്ട് സംസാരിക്കണം, പുറത്തു വെച്ച് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അതിനുശേഷം പെണ്ണ് കാണൽ ചടങ്ങ് അതൊരു ചടങ്ങ് മാത്രമേ ആവാൻ പാടുള്ളൂ. കാരണം പെണ്ണ് കാണൽ ചടങ്ങിലൊന്നും നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഇത് പണ്ടത്തെ കാലമല്ല. ഈ കാലഘട്ടത്തിൽ കൂടെ പോകുമ്പോൾ കാലത്തിനനുസരിച്ച് കുറച്ച് നാട്ടിൽ പറയുന്ന പോലെ കോലം കുറച്ച് മാറ്റണം. അപ്പോൾ തീർച്ചയായിട്ടും കാണണം, പുറത്ത് വെച്ച് നന്നായി സംസാരിക്കണം. അതേപോലെ തന്നെ കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ജോലി സ്ഥലം അവിടെയൊക്കെ നിങ്ങൾക്ക് അനുയോജ്യമായ കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു അച്ഛനും അമ്മയും നിങ്ങളോട് പറയില്ല. ഓപ്പണായിട്ട് വളരെ ചുരുക്കം ആളുകളെ പറയുള്ളൂ. നീ നോക്കി കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവരൂ എന്ന് പറയാൻ വളരെ ചുരുക്കം ആളുകളെ തയ്യാറാവുന്നുള്ളൂ. അങ്ങനെ വല്ല കുട്ടികളുമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഡീറ്റെയിലൊക്കെ വാങ്ങിച്ച് അച്ഛനമ്മമാരെ ഏൽപ്പിക്കുക. അച്ഛനമ്മമാർക്ക് അത് സഹായകരമായിരിക്കും. നിങ്ങൾക്കും ഗുണമായിരിക്കും, അവർക്കും സഹായമായിരിക്കും. അച്ഛൻ്റെ അമ്മയുടെ പെർമിഷൻ എടുത്തിട്ട് തന്നെ ചെയ്യുക അതൊക്കെ. കാരണം അവർക്കും അച്ഛനും അമ്മയ്ക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ. കാരണം ഇതൊരു ബുദ്ധിമുട്ടുള്ള ഫീൽഡാണ്. ഇതങ്ങ് ഓടിപ്പോയാൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമല്ല, നല്ല ബുദ്ധിമുട്ടാണ്. 10-12ഓളം സ്റ്റംബിൾ ബ്ലോക്സ് ആണ് നമുക്കുള്ളത്. ഈ ബ്ലോക്സൊക്കെ കടന്ന് ഒരു വിവാഹം നടത്തുക എന്ന് പറയുമ്പോൾ ആ പാരൻസിൻ്റെ എത്രമാത്രം ബുദ്ധിമുട്ടായിട്ട് അവർ അനുഭവിച്ചു എന്നുള്ളത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ ഒരു വളരെ നിസ്സാരമായിട്ട് കാണേണ്ട, നല്ല ബുദ്ധിമുട്ടുള്ളൊരു ഫീൽഡാണ്.
നല്ല ഒരു മാച്ചിങ്, നല്ല ഒരു തറവാടി, നല്ല ഒരു കുട്ടി, ഈ പ്രൊഫൈലൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു അനുഗ്രഹമായി മാറുന്ന ഒരു കാലഘട്ടമാണ്. അത്രയും ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും മാട്രിമോണിയലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നമ്മുടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അത് വള്ളുവനാട് ഗ്രൂപ്പായാലും ശരി, ഏത് ഗ്രൂപ്പായാലും ശരി, നമ്മൾ നന്നായിട്ട് ശ്രമിക്കുക. ബ്രോക്കേഴ്സിനോട് എനിക്ക് യാതൊരു വിദ്വേഷവുമില്ല. എനിക്ക് വളരെ സന്തോഷമുള്ള അവരുടെ പ്രവൃത്തികളോട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വളരെയധികം ജാതകം തീവ്രമായിട്ട് നോക്കുന്ന ആളുകൾ ബ്രോക്കർമാരുമായിട്ടാണ് മാരേജ് നോക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ബ്രോക്കറുടെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും തലക്കുറി വാങ്ങിക്കരുത്, അല്ലെങ്കിൽ ഹോറോസ്കോപ്പ് വാങ്ങിക്കരുത്, അല്ലെങ്കിൽ കുട്ടിയുടെ ഫോട്ടോ വാങ്ങിക്കരുത്. ബ്രോക്കർ പറയുന്ന വിവരങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക. വേണമെങ്കിൽ കാട്ടിക്കോളൂ. അതായത് ഇപ്പോൾ ഒരു ഫോട്ടോ കാട്ടിക്കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഹോറോസ്കോപ്പ് കാട്ടിക്കൊടുത്തു, വെൽ ആൻഡ് ഗുഡ്. പക്ഷേ ഒരു കാരണവശാലും അവരുടെ കയ്യിൽ നിന്ന് ആ ഡാറ്റ വാങ്ങിച്ചിട്ട് നോക്കാനുള്ള ഏർപ്പാടുണ്ടാവരുത്. തീർച്ചയായിട്ടും പണിക്കരുടെ അടുത്ത് കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വാങ്ങിക്കണം ഈ രേഖകളൊക്കെ. എന്നിട്ടാണ് പണിക്കരുടെ അടുത്ത് പോയിട്ട് നോക്കാവൂ. മറ്റേത് ചില ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് ചില ബ്രോക്കർമാർ നിങ്ങളുടെ മക്കൾക്ക് സ്യൂട്ടബിൾ ആക്കുന്ന ചില പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഏതെങ്കിലും കുട്ടിയുടെ ഹോറോസ്കോപ്പ് വാങ്ങിക്കും, എന്നിട്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർ ഗ്രഹനിലയ്ക്ക് എഴുതിയുണ്ടാക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന അത്യാവശ്യം ആളുകൾ ഈ രംഗത്തുണ്ട്. വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം.